അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരാൾ നമ്മോട് മന്ത്രിക്കാൻ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ നാം അവർക്ക് മന്ത്രിച്ചോതി കൊടുക്കുക. ഒരാൾ രോഗം കൊണ്ടോ അല്ലെങ്കിൽ വല്ല വിഷജന്തുക്കളും കടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ കണ്ണേറുകൊണ്ടോ സിഹ്റ് കാരണത്താലോ എന്ത് കാരണങ്ങൾ കൊണ്ടാവട്ടെ ഒരാൾക്ക് വല്ല ബുദ്ധിമുട്ടും നേരിടുന്നതായി നമുക്ക് തോന്നിയാൽ നാം അവർക്ക് മന്ത്രിച്ചോതി കൊടുക്കുക. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതിക്കൊണ്ട് അല്ലെങ്കിൽ സ്ഥിരപ്പെട്ട ഹദീസുകളിൽ വന്ന ദിക്ർ ദുആകൾ ചൊല്ലിക്കൊണ്ട് അല്ലെങ്കിൽ 100% ശിർക്കില്ല എന്ന് ഉറപ്പുള്ള, അഥവാ അള്ളാഹു അല്ലാത്ത ഒരാളോടും വിളിച്ചു പ്രാർത്ഥനയില്ലാത്ത, അള്ളാഹുവിൽ ഒരു നിലക്കും പങ്കു ചേർക്കുന്ന അവസ്ഥയില്ലാത്ത വിധം റബ്ബിനോട് മാത്രം പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകൾ കൊണ്ട് മന്ത്രിച്ചോതി കൊടുക്കുക. അങ്ങനെ പറയാനുള്ള കാരണം, നമുക്കറിയാം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന, വിചാരണയില്ലാതെ പ്രവേശിപ്പിക്കപ്പെടുന്ന 70,000-ഓളം ആളുകൾ. അവരുടെ പ്രത്യേകതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വലാ യസ്തർഖൂൻ, അവർ മറ്റുള്ളവരോട് മന്ത്രിക്കാൻ ആവശ്യപ്പെടുകയില്ല. ഒന്നുകിൽ അവർ സ്വയം മന്ത്രിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ അവർക്ക് മന്ത്രിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ അതിന് അനുവദിക്കും. അതിനപ്പുറത്ത് മറ്റുള്ളവരോട് ഞങ്ങൾക്കൊന്ന് മന്ത്രിച്ചോതി തരൂ എന്ന് അവർ പറയുകയില്ല. അതുകൊണ്ട് തന്നെ അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾ വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ടാകും. അതുകൊണ്ട് നാം അവരെ അങ്ങോട്ട് സഹായിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരാളെ തേള് കടിക്കുകയുണ്ടായി. തേള് കടിച്ചാൽ വിഷമുണ്ടാകും. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, യാ റസൂലല്ലാഹ് അർഖി, ഞാൻ മന്ത്രിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മനിസ്തതഅ മിൻകും അൻ യൻഫഅ അഖാഹു ഫലിയഫഅൽ, നിങ്ങളിൽ ഒരാൾക്ക് തൻ്റെ സഹോദരനെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ അവർ അങ്ങനെ ചെയ്യട്ടെ. അതേപോലെ തന്നെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു പെൺകുട്ടി, അവളുടെ മുഖത്ത് ഒരു അടയാളം, കറുപ്പ് അതേപോലെ തന്നെ ചുവപ്പ് എല്ലാം കൂടി കലർന്ന ഒരു അടയാളം കാണുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തർഖൂ ലഹാ ഫഇന്ന ബിഹാ നളറ, നിങ്ങൾ അവൾക്ക് വേണ്ടി ആരോടെങ്കിലും മന്ത്രിച്ചോതി കൊടുക്കാൻ പറയുക, കാരണം അവൾക്ക് കണ്ണേറ് തട്ടിയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും അവൾക്ക് മന്ത്രിച്ചോതി കൊടുക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ നിലക്ക് പ്രയാസപ്പെടുന്ന ആളുകളെ കാണുമ്പോൾ നാം അവർക്ക് മന്ത്രിച്ചോതി കൊടുക്കുക. അത് വളരെ വലിയ ഒരു പുണ്യകർമ്മമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.